Hello everyone, welcome to G-Pod Plus One Humanities. It's me Nafi. എല്ലാവർക്കും മക്കളെ G-Podന്റെ Plus One Humanities ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററിയിൽ 10ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പബ്ലിക് എക്സാമിൽ 4 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്ററാണ് 10ാമത്തെ ചാപ്റ്റർ. ആ 10ാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററിയിൽ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാസ്റ്റ് മോഡേണൈസേഷൻ ഉള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ചില ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം 4 മാർക്കിന് എന്ത് ചോദിക്കും? ക്രോണോളജിക്കൽ ഓർഡർ അഥവാ കാലഘടനാക്രമം ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഈ ഓരോ ചാപ്റ്ററിന് വെയിറ്റേജ് എത്ര? ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കേട്ടോ. പ്ലസ് വൺ ഹിസ്റ്ററിയിലെ ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജിൻ്റെ വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടിട്ടോ, കാരണം ഓൾറെഡി നമ്മുടെ ചാനലുണ്ട്. ഒന്ന് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോയാൽ കാണാൻ പറ്റും. പ്ലസ് വൺ ഹിസ്റ്ററിയുടെ വെയിറ്റേജ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണണേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ചാപ്റ്റർ 4 മുതൽ 6 മാർക്ക് വരെ ചോദിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്മൾ പറയാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ, നിങ്ങളുടെ ക്ലാസ്സിൽ ആരൊക്കെ നിങ്ങൾക്ക് പരിചയത്തിൽ ആരൊക്കെ പ്ലസ് വൺ ഹിസ്റ്ററി പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കട്ടെ. നിങ്ങളുടെ പരിചയത്തിൽ ആരൊക്കെ പ്ലസ് വൺ ഹിസ്റ്ററി പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ അയച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താ കമൻറ്റ് ചെയ്യേണ്ടത്? ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാമല്ലോ. ഈ ടോപ്പിക്കിൽ ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നും, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആണോ ടഫ് ആണോ എന്നും, പ്ലസ് വൺ ഹിസ്റ്ററി നിങ്ങൾക്ക് ഈസി ആണോ ടഫ് ആണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്തോ, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ മക്കളെ, നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ടോപ്പിക് എന്താണ്? മേജി റിസ്റ്റോറേഷൻ അഥവാ മേജി പുനഃസ്ഥാപനമാണ്. അതായത് ജപ്പാനിലെ ഷൊങ്കൂണുകളുടെ അധികാരത്തിൽ നിന്ന് മാറ്റിയിട്ട് ചക്രവർത്തി അധികാരത്തിലേക്ക് വന്നാണ് മേജി റിസ്റ്റോറേഷൻ. അതിനുശേഷം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ജപ്പാനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ സണ്യാസൻ അദ്ദേഹത്തിൻ്റെ 3 തത്വങ്ങളും എക്സാമിന് ചോദിക്കും. പിന്നെ ലോങ് മാർച്ച് ആൻഡ് മാവോ സേതുവും ലോങ് മാർച്ചും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രോണോളജിക്കൽ ഓർഡർ, അതായത് കുറേ സംഭവങ്ങൾ തരും. ആ സംഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ആക്കിയതാണ്. ഇതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇതിൻ്റെയൊക്കെ നോട്ടും ക്ലാസ്സൊക്കെ എവിടെ കിട്ടുക? അതാണ് G-Pod ബൂസ്റ്റർ ബാച്ച്. നിങ്ങൾ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ച കാര്യം സെറ്റ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്ലസ് വണ്ണിലെത്തി. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് പ്ലസ് 1 പ്ലസ് 2 കോംബോ ബാച്ച് ഉണ്ട്. ബൂസ്റ്റർ ബാച്ചിൻ്റെ കൂടെ തന്നെ ബൂസ്റ്റർ ബാച്ചിന് പുറമെ നിങ്ങൾക്ക് കോംബോ ബാച്ച് ഉണ്ട്. അപ്പോൾ കോംബോ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലസ് 1ഉം പഠിക്കാം, പ്ലസ് 2ഉം സെറ്റ് ആക്കാം. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ള ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.G-Pod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കേട്ടോ. എന്നാലും മക്കൾ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ പ്ലസ് 1 എത്തി, 10ാമത്തെ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്മൾ തന്നു. ഇതേപോലെ ഓരോ ചാപ്റ്ററിന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്താനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പലരും ഇപ്പോഴും സീരിയസ് ആയിട്ട് പഠിക്കുന്നില്ല സത്യാവസ്ഥ. അപ്പോൾ നമ്മൾ നോക്കിയേ, 10ാമത്തെ ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് പറയും ഇതൊന്നും പഠിച്ചിട്ടില്ല, ഇതൊന്നും അറിയില്ല എന്നുള്ളൊരു കമൻറ്റുകൾ കുറേ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങളുടെ ലൈഫിൽ എന്തായി തീരണം, ആരായി തീരണം, എങ്ങനെ ആയി തീരണം എന്നുള്ളതിൻ്റെ ഒരു മേജർ പെർസെൻറ്റേജ് ഡിസിഷൻ എടുക്കുന്ന ആരാണ്? നിങ്ങളാണ്. നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾ പണിയെടുത്താലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടു, നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട എന്താ, ഇതിൽ സന്യാസൻ്റെ 3 പ്രിൻസിപ്പിൾസ് ഞാൻ പഠിച്ചിട്ടില്ല, 3 തത്വങ്ങൾ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, വേഗം പോയി ഞാൻ പഠിക്കട്ടെ, ആ ഒരു ചിന്തയാണ് വേണ്ടത്. അല്ലാതെ എന്ത് ചിന്തയാണ് വേണ്ട, അല്ലെങ്കിൽ ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ പോയി വേണം. ഈ ഒരു പ്രിൻസിപ്പിൾസ് ഞാൻ പഠിക്കണം, ഇന്ന് ഈ ടോപ്പിക്കൊക്കെ ഞാൻ പഠിച്ചിരിക്കുന്ന ചിന്തയാണ് വേണ്ടത്. അല്ലാതെ എന്തല്ല, ചില ആൾ പറയാം അതെന്ത് വീഡിയോ, അതൊക്കെ എന്ത് കുറച്ചും കൂടി സമയമുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു ചിന്ത മനസ്സിൽ വന്നാൽ അതാണ് നിങ്ങൾ നാശത്തിലേക്ക് നയിക്കട്ടോ. ഇനിയും സമയമുണ്ടല്ലോ, ഇനി സമയമില്ല. നമ്മൾ ഒരു 90 മിനിറ്റിൻ്റെ ഫുട്ബോൾ മാച്ചാണ്, നമ്മൾ എക്സ്ട്രാ ടൈമിലേക്ക് എത്തി, അഡീഷണൽ ടൈമിലേക്ക് എത്തി, സ്റ്റോപ്പേജ് ടൈമിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ഇനിയുള്ള സമയം നിങ്ങൾ മാക്സിമം ഉഷാറാക്കി പഠിച്ചോ. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. ക്രോണോളജിക്കൽ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ടെൻഷൻസോ സ്ട്രെസ്സോ സ്ട്രെയിനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, nafi.G-Pod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇങ്ങനെ ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടും. ആ വീഡിയോസിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ എന്തിനാണ് ഉറപ്പ് വരുത്താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.